യെസ്, ബി.ജെ.പി. നേതാവ് ശ്രീ നന്ദു കൂടി നമുക്കൊപ്പം ചേരുന്നുണ്ട്. ശ്രീ നന്ദു, ഒരു പക്ഷേ ആത്മവിശ്വാസത്തിനാണ് നമ്മൾ തുടങ്ങിയത്. ഒരു കാര്യം ഉറപ്പിച്ച് പറയാം, ബംഗാളിലെ ക്രമസമാധാന നില അപ്പാടെ താളം തെറ്റിയ ഒരു സാഹചര്യം. സന്ദേശ് കാലി വിഷയമായാലും വനിതാ ഡോക്ടറുടെ ആ നോവായാലും ഇതൊക്കെ ആയാലും അത് വലിയ പ്രശ്നമായി തന്നെ അവിടെ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. സ്വാഭാവികമായിട്ടും സന്ദേശ് ഗാലിയിലൊക്കെ നമ്മൾ കണ്ടതാണ്. അത് ബഹുമാനപ്പെട്ട കോടതി തന്നെ പറഞ്ഞിട്ടുണ്ട്. ഉയർന്ന ആരോപണങ്ങളിൽ 1% ശരിയാണെങ്കിൽ ഈ രാജ്യം മുഴുവൻ തല കുനിച്ച് നിൽക്കേണ്ടി വരുന്നു. അത്രയും വലിയ തോന്നിവാസമാണ് തൃണമൂൽ നേതാവിൻ്റെ ഭാഗത്തുനിന്നുണ്ടായത്. മറ്റ് സമാനമായ സംഭവങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ്. ഒരു കാര്യം ഉറപ്പാണ്, സംസ്ഥാനത്ത് ക്രമസമാധാന നില അപ്പാടെ താളം തെറ്റി എന്നുള്ളത്. മറ്റൊന്ന്, സ്വതന്ത്രവും വസ്തുനിഷ്ഠവുമായും സുതാര്യമായും തെരഞ്ഞെടുപ്പ് സംഘടിപ്പിക്കാൻ പറ്റാത്തൊരു സാഹചര്യം 2021-ലും 2016-ലൊക്കെ നമ്മൾ കണ്ടതാണ്. എത്രത്തോളം ഭീകരാന്തരീക്ഷം സൃഷ്ടിച്ചുകൊണ്ടാണ് തൃണമൂൽ കോൺഗ്രസിൻ്റെ പ്രവർത്തകരോടെ അഴിഞ്ഞാടിയെന്ന്. എന്നാൽ സമാനമായി ആ വർഷങ്ങളൊക്കെ നമ്മളൊന്ന് താരതമ്യം ചെയ്യുമ്പോൾ കമ്പാരിറ്റീവ്ലി കുറവാണ് ഇത്തവണ അക്രമ സംഭവങ്ങളൊക്കെ. കേന്ദ്രസേനയുടെ വിന്യാസം കാരണമൊക്കെ അതൊക്കെ പിടിച്ച് കെട്ടാൻ സാധിക്കുന്നു. ഇങ്ങനെ ഒരുപാട് ഘടകങ്ങൾ കൂടി ചർച്ച ചെയ്യപ്പെടേണ്ടതല്ലേ? ഞാൻ ആദ്യം എൻ്റെ പാനലിസ്റ്റ് ശ്രീ ജി ഹരിച്ചേട്ടൻ, അദ്ദേഹം വളരെ സീനിയറായിട്ടുള്ള ആളാണ്. താങ്കൾ പറഞ്ഞതുപോലെ തന്നെ ഡൽഹി കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ പല സംസ്ഥാനങ്ങളുടെയും പൾസ് മനസ്സിലാവുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ അദ്ദേഹം വന്നിരുന്ന് ഇതുപോലൊരു ചർച്ചയിൽ ഒരു കോൺഗ്രസ് പ്രതിനിധി എന്നുള്ള നിലയിൽ അദ്ദേഹം സംസാരിക്കുമ്പോൾ അദ്ദേഹം പറയുന്നത് കേട്ടാൽ നമ്മുടെ ഈ നാട്ടുംപുറത്തൊക്കെ അമ്മമാർ പറയുന്നത് മാതിരി മകൻ ചത്താലും കുഴപ്പമില്ല, മരുമകളുടെ കണ്ണിലെ കണ്ണീര് കണ്ടേ പറ്റുള്ളൂ എന്ന് ചിന്തിക്കുന്ന ചില അമ്മായിയമ്മമാരുടെ കൂട്ടാണ് കോൺഗ്രസിൻ്റെ മാനസികാവസ്ഥ. എങ്ങനെയും സ്വന്തം സഹപ്രവർത്തകനെ കൊന്ന പാർട്ടി ജയിക്കണമെന്ന് ഒരു ആത്മവിശ്വാസക്കുറവുമില്ലാതെ വന്നിരുന്നു പറയേണ്ടി വരുന്ന കോൺഗ്രസ് പാർട്ടിയുടെ നേതാക്കന്മാർ, എന്നിട്ട് അദ്ദേഹം പറയുന്നത് കേരളത്തിൽ സംഭവിച്ചിട്ടില്ലേ, തമിഴ്നാട്ടിൽ സംഭവിച്ചിട്ടില്ലേ എന്നൊക്കെ അദ്ദേഹം ഉദാഹരണ സഹിതം ചോദിക്കുമ്പോൾ അത്തരമൊരു ഗതികേടിലേക്ക് ഈ പ്രസ്ഥാനം പോയല്ലോ എന്ന് വിഷമിക്കാനല്ലാതെ മറ്റൊന്നും പറയാനില്ല. അദ്ദേഹം പറഞ്ഞത്, ഞങ്ങൾ രാജ്യത്ത് ഒരു വർഗീയ പാർട്ടികളുമായി കൂട്ടുചേരില്ല. അങ്ങനെയാണെങ്കിൽ ഈ കളിയിക്കാവിളയ്ക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാൽ SDPIയെ നിങ്ങൾ തന്നെ പറയുന്നുണ്ട് വർഗീയ പാർട്ടിയാണെന്ന്. ആ SDPIയുടെ കൊടി കൂടി ചേർത്താണ് കോൺഗ്രസിൻ്റെയും DMKയുടെയും സഖ്യ സ്ഥാനാർത്ഥികൾ അവിടെ എല്ലാം പ്രചരണം നടത്തുന്നത്. താങ്കൾ ഇവിടെ നിന്ന് കളിയിക്കാവിളയ്ക്ക് അപ്പുറത്തേക്ക് പോയി കഴിഞ്ഞാൽ ആ വർഗീയ പാർട്ടിയുടെ കൊടി നെഞ്ചോട് ചേർത്ത് പിടിച്ച് നിൽക്കുന്ന കോൺഗ്രസ് നേതാക്കന്മാരെയും സ്ഥാനാർത്ഥികളെയും നിങ്ങൾക്ക് കാണാൻ സാധിക്കും. അപ്പോൾ നിങ്ങളുടെ നയം പല വാക്കുകളും പല തരത്തിലാണ്, പല സ്ഥലത്തും പല നയമാണ്. ഈ രാഷ്ട്രീയം നിങ്ങൾ എന്നു മുതൽ തുടങ്ങിയോ അന്നു മുതൽ കോൺഗ്രസ് പാർട്ടിയുടെ പതനം ആരംഭിക്കാൻ തുടങ്ങിയതാണ് ഭാരതത്തിൽ. ആ പതനം ഇന്ന് തകർന്ന് 400-ൽ നിന്ന പാർട്ടി ഇന്ന് 99 കിട്ടുമ്പോൾ അത്ഭുതാവഹമായ വിജയമാണ് എന്ന് സ്വയം ഫേസ്ബുക്ക് ഹാൻഡിലുകളിലിട്ട് ആത്മനിർവൃതി അടയുന്ന നിലയിലേക്ക് നിങ്ങളുടെ പാർട്ടി ശോഷിച്ചത് എന്തുകൊണ്ടാണ് എന്നൊരു ആത്മപരിശോധന നിങ്ങളുടെ പാർട്ടി നടത്തിയാൽ നിങ്ങൾക്ക് കാര്യങ്ങൾ ബോധ്യപ്പെടും എന്നാണ് എനിക്ക് ഈ കാര്യത്തിൽ പറയാനുള്ളത്. ഇനി താങ്കൾ ചോദിച്ച ചോദ്യം, കഴിഞ്ഞ 50 വർഷമായി 35 വർഷം ബംഗാളിനെ ഭരിച്ച CPM ആയാലും ശരി, അത് കഴിഞ്ഞുള്ള 15 വർഷക്കാലം ഇപ്പുറത്തേക്ക് നമ്മൾ നോക്കുമ്പോഴും കഴിഞ്ഞ 50 വർഷം ബംഗാളിൽ നമ്മൾ കണ്ടത് നീതിയുക്തമായ ഒരു തെരഞ്ഞെടുപ്പ് പോലും നടക്കാത്തൊരു സാഹചര്യമാണ് നമ്മൾ ബംഗാളിൽ കണ്ടുകൊണ്ടിരുന്നത്. കഴിഞ്ഞ 15 വർഷം മുൻപ് തലപൊട്ടി CPM ഗുണ്ടകളുടെ ആക്രമണത്തിൽ പരിക്കേറ്റ വനിത എന്നുള്ള വീരപരിവേഷം വാങ്ങി അവിടെ നിന്ന് ഈ പറയുന്ന ബംഗാളിലെ സ്ത്രീ സമൂഹത്തോട് നിങ്ങളുടെ ഭർത്താക്കന്മാരെയും നിങ്ങൾക്കും നേരെ ഇത്തരത്തിൽ അക്രമങ്ങൾ അഴിച്ചുവിടാത്ത, അക്രമികളില്ലാത്ത, ക്രമസമാധാനം ഉറപ്പുവരുത്തുന്ന ഒരു ഭരണം വേണമെങ്കിൽ അവിടെ നിങ്ങൾക്ക് എന്നെ മാത്രമേ വിജയിപ്പിക്കാൻ സാധിക്കൂ എന്ന് ആത്മവിശ്വാസത്തോടു കൂടി പറഞ്ഞു വന്നിരുന്ന ഒരു വനിതയാണ് ശ്രീമതി മമത. ആ മമത ഇന്ന് ബംഗാൾ, അദ്ദേഹം കാളിയുടെ സ്വരൂപമായിട്ടൊക്കെയാണ് അവരെ അവതരിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത് കോൺഗ്രസിൻ്റെ പ്രതിനിധി. പക്ഷേ ഇന്നവർ ആ നാട്ടിലെ ഏറ്റവും വലിയ അക്രമകാരിയായി, നമ്മുടെയൊക്കെ നാട്ടിൽ പറഞ്ഞു കഴിഞ്ഞാൽ വലിയ ദ്രംഷ്ടകളും പല്ലുകളും ഒക്കെയുള്ള ഒരു വടയക്ഷിയുടെ രൂപത്തിൽ ബംഗാളിലെ സമാധാന ജീവിതത്തിന് മുകളിൽ ഒരു കരിനിഴൽ വീഴ്ത്തുന്നയാളായി അവർ മാറുന്നു എന്നുള്ളതാണ്. ഞാൻ ആ സ്ത്രീത്വത്തെ അപമാനിച്ചുകൊണ്ട് പറഞ്ഞതല്ല, അതൊരു ഉദാഹരണം എന്നുള്ള നിലയിൽ പറഞ്ഞതാണ്. അപ്പോൾ ആ നിലയിലേക്ക് ബംഗാളിലെ സ്ത്രീ സമൂഹം ഇന്ന് ഏറ്റവും പരിഭ്രാന്തിയോടുകൂടി ഒരു സഹോദരിയായിട്ടുള്ള ഒരു വനിതാ ഡോക്ടർ മരണപ്പെട്ടിട്ട് അതിന് കാരണക്കാരനായിട്ടുള്ള തൃണമൂൽ കോൺഗ്രസ്സുകാരനെ സംരക്ഷിച്ചു പിടിക്കുക മാത്രമല്ല, നീതി നിർവഹണ സമിതിയിലേക്ക് അദ്ദേഹത്തെ ഉൾപ്പെടുത്തുന്ന നിലയിലേക്ക് ബംഗാളിലെ സ്ത്രീപക്ഷ രാഷ്ട്രീയത്തിൻ്റെ മുഖം എന്ന് സ്വയം നടിച്ചിരുന്ന മമത വന്നതോടുകൂടി തന്നെ അവരുടെ മുഖം വികൃതമായി കഴിഞ്ഞിരിക്കുന്നു. അവർ സ്വാഭാവികമായും രാജ്യത്തെ അല്ലെങ്കിൽ അതുപോലെ തന്നെ ബംഗാളിലെ സ്ത്രീ സമൂഹത്തിൽ നിന്ന് ഒറ്റപ്പെട്ടിരിക്കുന്നു എന്നുള്ള വസ്തുത
കേരളത്തിലും ഇന്ത്യയിലും പ്രവർത്തിക്കുന്ന GV ഹരിച്ചേട്ടനെ പോലെയുള്ള കോൺഗ്രസ്സുകാർക്ക് മനസ്സിലാവാത്തത് കൊണ്ടല്ല. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞ സിദ്ധാന്തം അനുസരിച്ച് എങ്ങനെയും BJPയെ പരാജയപ്പെടുത്തണം എന്നുള്ളതിനപ്പുറത്ത് അവർ നടത്തുന്ന എല്ലാ കൊള്ളരുതായ്മയ്ക്കും കുടപിടിച്ചു കൊടുക്കുന്ന നിലയിലേക്ക്, നയത്തിലേക്ക് കോൺഗ്രസ് പാർട്ടിയെ പോലെയുള്ള പാർട്ടികൾ അധപ്പതിക്കുന്നു എന്നുള്ളതാണ് പറഞ്ഞോട്ടെ നന്ദു. ഇതിൽ വളരെ എളുപ്പമാണ് ഈ ഒരു സമവാക്യം ഉണ്ടല്ലോ. ഇപ്പോൾ SDPIനെ ചേർത്ത് പിടിക്കുക, ആരെങ്കിലും എന്തെങ്കിലും ചോദിച്ചാൽ എന്താ പറയുക? BJP വരുന്നു, നമുക്ക് പരാജയപ്പെടുത്തണ്ടേ? ജമാഅത്തെ ഇസ്ലാമി മതമാണ് ഇവിടെ വേണ്ടത് എന്നും പറഞ്ഞ് പരസ്യമായി ഭരണഘടനയിൽ മതരാഷ്ട്രവാദം വേണം എന്നും പറഞ്ഞ് പ്രവർത്തിക്കുന്ന ജമാഅത്തെ ഇസ്ലാമിക്ക് എന്താ പറയുക, മതേതര ചാപ്പ അടിച്ചു കൊടുക്കാൻ മത്സരിക്കുമ്പോൾ ഇതാരെങ്കിലും ചോദിച്ചാൽ പറഞ്ഞു കൊടുക്കാമല്ലോ, BJP വരുന്നുണ്ട്. ഇത്തരം ഭീകരമായ എല്ലാ സംഘടനകളെയും ചേർത്ത് പിടിക്കുമ്പോൾ ഇവർ പറയുന്ന പ്രധാനപ്പെട്ട നെറേറ്റീവാണ് BJPയെ മാറ്റി നിർത്തണം, അതിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ എന്താ പറയുക, ഈ ത്യാഗം മുഴുവൻ ചെയ്യുന്നതെന്ന്. നന്ദു തുടരാം. അല്ല, ഞാനതിലെടുക്കുന്ന ഒരു കോണ്ടെക്സ്റ്റ്, ഒരു രാഷ്ട്രീയ വിദ്യാർത്ഥി എന്നുള്ള നിലയിൽ ഞാൻ അതിനെ കാണുന്നത് വളരെ പോസിറ്റീവായിട്ടാണ്. ഇവർ എത്രത്തോളം BJPക്കെതിരെ പറയുന്നു അത്രത്തോളം ശക്തമായി ആഴത്തിൽ ഭാരതീയ ജനതാ പാർട്ടി ഇന്ന് രാജ്യത്തെ ജനങ്ങളുടെ ഹൃദയത്തിൽ വളർന്നു എന്നുള്ള യാഥാർത്ഥ്യം അതവർക്ക് തിരിച്ചറിയാൻ കഴിയാത്തതിൻ്റെ പ്രധാനപ്പെട്ട കാരണം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ രാജ്യത്തെ ജനങ്ങളുടെ മിടിപ്പ് മനസ്സിലാക്കുന്നില്ല എന്നുള്ള നിലയിൽ ഇവർ തകർന്നുപോയി രാജ്യത്ത് എന്നുള്ളത് കൊണ്ടാണ് ഇവർക്കത് മനസ്സിലാവാത്തത്. ഇവർ എത്രത്തോളം BJPയെ ആക്ഷേപിക്കുന്നോ, എത്രത്തോളം BJPയെ പരിഹസിക്കുന്നോ, എത്രത്തോളം BJPയെ മാറ്റി നിർത്താൻ ശ്രമിക്കുന്നോ അത്രത്തോളം ഈ നാട്ടിൽ നിന്ന് കരയറ്റു പോകുന്നത് ആരാണ് എന്ന് ചോദിച്ചാൽ അത് ഇന്ത്യ സഖ്യമാണ്, കോൺഗ്രസ് ആണ്, കോൺഗ്രസ് പാർട്ടിയാണ് എന്നുള്ളതാണ് അതിൻ്റെ യാഥാർത്ഥ്യം. ഞങ്ങൾക്കതിലൊന്നും ഭയമില്ല. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളുടെ പാർട്ടി ഇത്തവണ ശ്രമിച്ചത് പരമാവധി ജനങ്ങളെ പോളിംഗ് ബൂത്തിലേക്ക് എത്തിക്കുക എന്നുള്ള രാഷ്ട്രീയ ലക്ഷ്യമാണ് ഞങ്ങൾ ഉയർത്തിപ്പിടിച്ചത്. ജനാധിപത്യ മൂല്യമാണ് ഉയർത്തിപ്പിടിച്ചത്. ആ മൂല്യം ഞങ്ങൾ കൃത്യമായി ഉയർത്തിപ്പിടിക്കുകയും ആ മൂല്യത്തിൽ കൃത്യമായി രാജ്യത്തെ ഇലക്ഷൻ കമ്മീഷന് കൃത്യമായി ആ പ്രവർത്തനം നടത്താൻ സാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഫസ്റ്റ് ഫേസിൽ തന്നെ ഏതാണ്ട് 90 കടന്ന് ഈ പറയുന്ന ബംഗാൾ എന്ന് പറയുന്ന സംസ്ഥാനം രാജ്യത്തിന് തന്നെ മാതൃകയാകുന്ന നിലയിൽ വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. അതൊരു വലിയ പോസിറ്റീവ് സൈനാണ്, ഒരു മാറുന്ന പൊളിറ്റിക്സിൻ്റെ സൈനാണ്. ഒരു കാലഘട്ടത്തിൽ ഈ നാട്ടിലെ ബംഗാളിലെ സാധാരണപ്പെട്ട ജനങ്ങളെ, അവരുടെ കൃഷിയിടങ്ങളെ കട്ടെടുത്തുകൊണ്ടിരുന്ന, അല്ലെങ്കിൽ അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് അവരെ ആട്ടിപ്പായിച്ചിരുന്ന സഖാക്കന്മാരെ എങ്ങനെയാണോ ബംഗാൾ ജനത അവിടെ നിന്ന് ഓട്ടിച്ചു വിട്ടത്, അതുപോലെ തന്നെ ഇന്ന് അവരുടെ സ്ത്രീകളുടെ മാനം കവരുന്ന, അവരുടെ സുരക്ഷിതത്വം കവരുന്ന, അതുപോലെ തന്നെ അവർക്കിടയിൽ നിന്നുകൊണ്ട് അവരുടെ ചോര ഊറ്റിക്കുടിക്കുന്ന എല്ലാത്തരം ജീവികളെയും അവർ അതേപോലെ ആട്ടിപ്പായിക്കാൻ കെൽപ്പുള്ളവരാണ് വങ്കനാട്ടിലെ സ്ത്രീ സമൂഹം എന്ന് ഉറച്ചു വിശ്വസിക്കുന്ന ഒരു പൊതുപ്രവർത്തകനാണ് ഞാൻ. അതുകൊണ്ട് തന്നെ ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു മമത ബംഗാളിൽ കടപുഴകി വീണിരിക്കും, അതിലൊരു സംശയം വേണ്ട. ഇനി ഒരു പോസിറ്റീവ് BJPക്കാരൻ എന്നുള്ള നിലയിൽ ഒരു പോസിറ്റീവ് കാര്യം കൂടി ഞാൻ പറയാം. ഇവർ ഇന്ത്യയിലെ മാധ്യമങ്ങളും അതുപോലെ തന്നെ കോൺഗ്രസ് പാർട്ടിയും പല ഘട്ടങ്ങളിലും BJPയോട് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് ഗുജറാത്തിൽ ജയിക്കാൻ പറ്റും, മധ്യപ്രദേശിൽ ജയിക്കാൻ പറ്റും, നിങ്ങൾക്ക് ബീഹാറിൽ ജയിക്കാൻ പറ്റുമോ എന്നൊരു കാലഘട്ടത്തിൽ ചോദിച്ചിരുന്നു. ആ ബീഹാറിൽ ഞങ്ങൾ ഇന്ന് അധികാരത്തിലുണ്ട്. നിങ്ങൾക്ക് അസമിൽ കാലുകുത്താൻ സാധിക്കുമോ? ഇല്ല, ഞങ്ങൾ അസമിൽ ഇന്ന് 2ാം ഘട്ടവും വിജയിച്ച് 3ാം ഘട്ടത്തിലേക്കുള്ള യാത്രയിലാണ് ഞങ്ങൾ. നിങ്ങൾക്ക് നോർത്ത് ഈസ്റ്റിലേക്ക് കണ്ണൊന്ന് നോക്കാൻ സാധിക്കുമോ? ആ നോർത്ത് ഈസ്റ്റിലെ പല സംസ്ഥാനങ്ങളും ഇന്ന് ഭാരതീയ ജനതാ പാർട്ടിക്ക് അനുകൂലമാണ്. നിങ്ങളൊരു ഉത്തരേന്ത്യൻ പാർട്ടിയല്ലേ, ദക്ഷിണേന്ത്യയിലേക്ക് വരാൻ സാധിക്കുമോ? കർണാടക ഞങ്ങൾ ഭരിച്ചിരുന്നു, ആന്ധ്രാപ്രദേശിൽ ഞങ്ങളുടെ കോയലിഷൻ പാർട്ണർ ഭരിക്കുന്നു. അതുപോലെ തന്നെ തെലങ്കാനയിൽ വളരെ സുപ്രധാനമായിട്ടുള്ള രാഷ്ട്രീയം ഞങ്ങൾ രചിച്ചു കഴിഞ്ഞു. അതുപോലെ കേരളത്തിൻ്റെ ചുവന്ന മണ്ണ് ഒരു കാലഘട്ടത്തിലും കാവിയിലേക്ക് പോകില്ല എന്ന് പറഞ്ഞ ആ കേരളത്തിനകത്ത് സാംസ്കാരിക തലസ്ഥാനം തൃശ്ശൂർ ജില്ലയിൽ BJPയുടെ MP ഉണ്ടായിരിക്കുന്നു. ഇങ്ങനെ പടിപടിയായി കേരളത്തിലും രാജ്യത്തും ഉയർന്നു വന്ന ഭാരതീയ ജനതാ പാർട്ടിയെ നോക്കിയിട്ടാണ് ഇപ്പോൾ ഇവർ വലിയ പരിഹാസത്തോടു കൂടി പറയുന്ന ഒരു കാരണവശാലും നിങ്ങൾ ബംഗാളിൽ ജയിക്കാൻ വേണ്ടി പോകുന്നില്ല എന്ന്. ഞാൻ ഉറച്ചു പറയുന്നു, ഭാരതീയ ജനതാ പാർട്ടിയുടെ രാഷ്ട്രീയ തന്ത്രങ്ങൾ മെനയുന്നത് അനിൽ ചന്ദ്ര ഷാ എന്ന് പറയുന്ന ഞങ്ങളുടെയൊക്കെ പ്രിയപ്പെട്ട അമിത്ഷാജിയാണ്. ആ അമിത്ഷാജിയുടെ മുഖത്തുള്ള കോൺഫിഡൻസും മമതയുടെ ബോഡി ലാംഗ്വേജിലുള്ള ഒരു ഡിഫൻസും ഞങ്ങൾക്ക് കൃത്യമായ പ്രതീക്ഷ നൽകുന്നുണ്ട്. അമിത്ഷാജിയുടെ വാക്കുകൾ ശക്തമായി അന്വർത്ഥമാക്കാൻ കഴിയുന്ന മോദിജിയുടെ ആ ഒരു പ്രസൻസ്, ഇന്നലെ മോദിജിയുടെ അവസാനത്തെ റാലിയിലെ അവസാനത്തെ വാക്ക്, അത് ബംഗാളിലെ ജനങ്ങൾക്ക് മെയ് 4 ശേഷം പ്രതീക്ഷ നൽകുന്നതാണ്. അത് രാജ്യത്തിന് പ്രതീക്ഷ നൽകുന്നതാണ്. വികസനത്തിൻ്റെ ഡബിൾ എഞ്ചിൻ സർക്കാർ വങ്കനാട്ടിലേക്കും വരുന്നു എന്നുള്ളതിൻ്റെ കൃത്യമായിട്ടുള്ള സൂചനയാണ് മോദിജിയുടെ ആ വാക്കുകൾ എന്ന് ഞങ്ങൾ ഉറച്ചു വിശ്വസിക്കുന്നു.